ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. ഇന്നത്തെ ടിപ്സും നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടത് തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, ഇതേപോലെ ഒരു പിന്നും ഒരു മുത്തും എടുക്കുക. ഈ ഒരു പിന്നും മുത്തും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ളതായിരിക്കും. നമ്മൾ സാരിക്കോ അല്ലെങ്കിൽ ചുരിദാറിന് ഷോൾ കുത്തുമ്പോൾ അല്ലെങ്കിൽ യൂണിഫോമിനൊക്കെ ഇങ്ങനെ ഷോളൊക്കെ കുത്തി വയ്ക്കുമ്പം ഈ ഒരു പിന്നിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് ഈ ഒരു കുത്തുന്ന ചുരിദാർമേലായാലും ബ്ലൗസുമേലായാലും ഒക്കെ കുടുങ്ങിപ്പോവുക. അതവിടെ നിന്ന് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബ്ലൗസൊക്കെ ആണെങ്കിൽ കീറിപ്പോവും. അതേപോലെ തന്നെ നമ്മൾ യൂണിഫോമിനൊക്കെ പിന്നെ കുത്തുമ്പോണ്ടല്ലോ കുറേ നമ്മൾ ഡെയിലി നമ്മൾ യൂണിഫോം ഇടുന്നത് തന്നെ ആയിരിക്കുമല്ലോ. ഡെയിലി ഇടുന്ന യൂണിഫോമൊക്കെ അതിനെക്കൊണ്ട് കുത്തി കുത്തി ഒരു പിന്നെ കുത്തുന്ന ഭാഗം കീറിപ്പോയിട്ടുള്ളതൊക്കെ ആയിട്ട് ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ ചില കുട്ടികളതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ കുത്തുന്നതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒരു മുത്ത് ഇട്ട് കൊടുത്തിട്ട് കുത്തുവാണെങ്കിൽ ഈ ഒരു പിന്നിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ക്ലോത്തിലേക്ക് അങ്ങ് കുടുങ്ങി പോകത്തില്ല. നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും വേണ്ടി പറ്റും. ക്ലോത്ത് കീറിപ്പോകത്തില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര വലിയ മുത്തെടുക്കണമെന്നില്ല, വളരെ ചെറുതെടുത്താലും മതിയാവും കേട്ടോ. നമുക്കിങ്ങനെ പിന്നെ ചെയ്യുമ്പം സാരി ആയാലും അല്ലെങ്കിൽ ചുരിദാറിനൊക്കെ ആയാലും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുടുങ്ങി അത് കീറിപ്പോയില്ല കേട്ടോ. ഇതേപോലെ തന്നെ 3 ടിപ്പുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ മുത്തൊന്നും വീട്ടിലില്ല, പെട്ടെന്ന് നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല എങ്കിൽ ഇതേപോലത്തെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ നമ്മളെ ഗുളികേൻ്റെ ഈ ഒരു ചെറിയ കഷ്ണം ഉണ്ടാവില്ലേ, ഗുളിക പൊട്ടിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പൊന്തി നിൽക്കുന്നത്, ഈ ഒരു കഷ്ണം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുത്തിട്ട് പിന്നിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ സാരിക്കായാലും ചുരിദാറിനായാലും കുത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ സാരീൻ്റെ മുകളിലായാലും അതിൻ്റെ മുകളിലായാലും കുടുങ്ങി പോകത്തില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഷിഫോണിൻ്റെ സാരി, അതേപോലെ തന്നെ പോളിസ്റ്റർ സാരി അങ്ങനത്തെ മേലൊക്കെയാണ് പെട്ടെന്ന് തന്നെ പിന്നെ കുടുങ്ങി കിടക്കുക. അങ്ങനെ കുടുങ്ങിക്കിടത്ത് കഴിഞ്ഞാൽ സാരി സ്വാഭാവികമായിട്ട് കീറിപ്പോവുമല്ലോ. ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% ഉറപ്പിക്കുക കീറിപ്പോവും. ഈ ഒരു പിന്നെ ഈ ഒരു സാരീൻ്റെ ഉള്ളിലേക്ക് ആയി പോയിട്ട് സാരി കീറിപ്പോകത്തൊന്നുമില്ല കേട്ടോ. അടുത്തൊരു ടിപ്പ്, ഇനിയിപ്പം അലൂമിനിയം ഫോയിൽ പേപ്പറും മുത്തും ഒന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമായിരിക്കുമല്ലോ ഒരു ക്യൂടെക്സ്. നമ്മളെ പിന്നിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ടില്ല, ഈ ഒരു സാരീൻ്റെ മുകളിലേക്കായിട്ടൊക്കെ കുടുങ്ങിപ്പോകുന്ന ഈ ഒരു ഭാഗത്തേക്കായിട്ട് കുറച്ച് ക്യൂടെക്സ് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫാനിൻ്റെ ഔട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യൂടെക്സ് ആറി കിട്ടുമല്ലോ. ആറി കിട്ടിയിട്ട് ഇത് ഈ ഒരു പിന്നെ വെച്ചിട്ട് തന്നെ കുത്തുവാണെങ്കിൽ ഇത് ഈ ഒരു സാരീൻ്റെ ഉള്ളിലേക്കൊന്നും കുടുങ്ങി പോകത്തില്ല കേട്ടോ. പിന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ കുത്തിയിട്ട് കുറേ കാലം പിന്നെ കുത്തുന്ന യൂണിഫോമൊക്കെ ആണെങ്കിൽ കീറി പോകത്തില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മളെ അടുക്കളയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു അരിപ്പ പെട്ടെന്ന് തന്നെ ചായക്കറിയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ നിറമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു നിറമൊക്കെ മാറിപ്പോയതൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് പേസ്റ്റും ഒരു സ്പൂൺ അളവ് ബേക്കിംഗ് സോഡയും എടുത്തിട്ട് നമ്മൾ ആ അരിപ്പേൻ്റെ മുകളിലേക്കായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് സ്റ്റീലിൻ്റെ അരിപ്പയായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെതായാലും കുഴപ്പമില്ല കേട്ടോ. രണ്ടിനും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അതിനുശേഷം ഒരു പാത്രത്തിൽ ഈ ഒരു അരിപ്പ മുങ്ങി നിൽക്കുന്ന ഇത്രയും വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു അരിപ്പ് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് നമ്മൾ വേറെ സ്ക്രബ്ബർ ഇട്ടിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 മിനിറ്റ് തിളപ്പിക്കുമ്പം തന്നെ അതിൻ്റെ ഈ ഒരു കറിയൊക്കെ നന്നായിട്ട് അങ്ങനെ ഇളകിപ്പോയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. അടുത്തൊരു ടിപ്പ്, നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോപ്പും വെട്ടി സാധാരണ കളയല്ലേ ചെയ്യുക. ഈ ഒരു സോപ്പ് വെട്ടി കൊണ്ടുള്ള അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമുക്ക് ഒത്തിരി പൈസ ലാഭിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ കടയിൽ പോയിട്ടൊക്കെ റൂം എയർ ഫ്രഷ്നറൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുമല്ലോ. ടോയ്ലറ്റിലൊക്കെ നമ്മൾ എത്ര തന്നെ കഴുകിയാലും ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ ആയാലും ഒരു സ്മെല്ലുണ്ടാവും. ഈ ഒരു സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സോപ്പ് വെട്ടി മാത്രം മതി കേട്ടോ. നമ്മൾ കളയുന്ന ഈ ഒരു സോപ്പ് വെട്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതെങ്കിലും ഒരു കുപ്പി പൊട്ടിച്ചത് നമ്മളെ വീട്ടിലുള്ള പാത്രത്തിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും പഴയ ബോട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ല എങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുള്ള കുപ്പി, ഒരു ഐസ്ക്രീമിൻ്റെ കപ്പ് ഉണ്ടാവില്ലേ, അതുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഒരു നാഫ്തലിൻ ഗുളികയും നമ്മളെ പാറ്റാ ഗുളിക 2 കർപ്പൂരവും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. നാഫ്തലിൻ ഗുളികയും ഈ ഒരു കർപ്പൂരവും ഒന്ന് നമ്മൾ ഇടികല്ലൊക്കെ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇടികല്ലിൽ നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഈ ഒരു ഭാഗം വെച്ചിട്ട് പൊട്ടിക്കേണ്ട കേട്ടോ. ഈ ഒരു നാഫ്തലിൻ ഗുളികേൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ലാട്ടോ. ഈ സ്മെല്ല് പോകാൻ തന്നെ പാടാണ്. ചിലർക്കൊക്കെ തലയ്ക്ക് പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ടൊന്നത് പൊടിച്ചെടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു കർപ്പൂരം അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. അതിന് ചെറിയൊരു നനവ് തട്ടിയാൽ കൊണ്ടാകുന്നു കേട്ടോ. പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്കായിട്ട് ഒരു ഷാമ്പു ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വീട്ടിൽ ഏത് ഷാമ്പു ആണുള്ളത് ഈ ഒരു ഷാമ്പു ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് എയർ ഫ്രഷ്നറായിട്ടും ഉപയോഗിക്കാം. അതേപോലെ തന്നെ പാറ്റ കൂറയൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ കൂറ പാറ്റ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ കൂറ എന്ന് പറയും.
അതിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പ് കൂടിയാണ് കേട്ടോ. ഇനി അതിൻ്റെ അകത്തേക്ക് വേണ്ടത് ഫെവിക്കോളാണ് കേട്ടോ. ഈ ഒരു ഫെവിക്കോൾ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്മെല്ല് ഒത്തിരി ഒരു 3 മാസം വരെ ഈ ഒരു സ്മെല്ല് പോവാതിരിക്കും കേട്ടോ. നമ്മളൊരു എയർ ഫ്രഷ്നറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മണം അങ്ങ് പോവും. അപ്പം ഇതാണെങ്കിൽ ഈ ഒരു ഫെവിക്കോളൊക്കെ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്മെല്ല് 3 മാസത്തിലധികം നിൽക്കും കേട്ടോ. എനിക്ക് അനുഭവം ഉള്ളതാണ്. ഇപ്പം നമ്മൾ പാറ്റയൊക്കെ പോകുന്ന സ്ഥലത്ത് ഈ ഒരു നാഫ്തലിൻ ഗുളിക ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൂടെ ഒക്കെ പാറ്റ പോകുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ നാഫ്തലിൻ ഗുളിക പൊട്ടിച്ചിട്ട് കർപ്പൂരത്തിൻ്റെ കൂടെയൊക്കെ ആക്കിയിട്ട് വെക്കുവാണെങ്കിൽ പാറ്റ പിന്നെ ഈ ഒരു പരിസരത്തേക്ക് അടിക്കില്ല കേട്ടോ. ഞങ്ങളായിട്ട് ബാത്റൂമിലൊക്കെ അധികം ഉണ്ടാവുമായിരുന്നു ഈ ഒരു പാറ്റ. ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുന്ന കാരണം പാറ്റ ഈ ഒരു പരിസരത്തേക്ക് വരില്ല. നമ്മൾ ബ്രഷൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് ഉണ്ടാവില്ല, അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ പാറ്റ പോകുന്നത് കാണാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് റൂമിലും വെക്കാം, അതേപോലെ തന്നെ ടോയ്ലറ്റിലും ബാത്റൂമിലും ഒക്കെ വെക്കുക കേട്ടോ. ഇനി വേണ്ടതൊരു പഞ്ഞിയാണ്. നമ്മൾ മിക്സ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഈ ഒരു പഞ്ഞീൻ്റെ അകത്തേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. പഞ്ഞിയാകുമ്പം അത് അങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് പറ്റി നിന്നോളൂ. അതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് സോപ്പ് പെട്ടീൻ്റെ അകത്തേക്ക് ആക്കുമ്പം ചിലപ്പോൾ അങ്ങ് അത് മറിഞ്ഞ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പഞ്ഞിയിലാകുമ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നോളും. ഇതേപോലെ പഞ്ഞിയിലേക്കൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം മറ്റേ സോപ്പ് പെട്ടിയുണ്ടല്ലോ, ചന്ദ്രികേൻ്റെയും മെഡിമിക്സിൻ്റെയും ഒക്കെ, അതാകുമ്പം കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ എളുപ്പം അതാണ്. അതാകുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. ഇത് അല്ലാത്തൊരു കവർ പോലത്തെ ആണല്ലോ. അങ്ങനത്തെ സോപ്പ് പെട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു പഞ്ഞി ഈ ഒരു സോപ്പ് പെട്ടീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ ഒരു ചെറിയൊരു കഷ്ണം ഡബിൾ ടേപ്പും എടുത്തിട്ട് നമ്മൾ ടോയ്ലറ്റിലായാലും ബാത്റൂമിലായാലും അല്ലെങ്കിൽ റൂമിലായാലും ഏതെങ്കിലും ഒരു അലമാരേൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഇത് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. അധികം സോപ്പ് പെട്ടി നല്ല ഭംഗിയുള്ള സോപ്പ് പെട്ടിയാണെങ്കിൽ റൂമിലൊക്കെ ഒട്ടിച്ചാലും അധികം വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. അതിനുശേഷം ഞാനൊരു ഡബിൾ ടേപ്പ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഞാനിത് ഞങ്ങൾ ടോയ്ലറ്റിലാണ് കേട്ടോ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. ടോയ്ലറ്റിൽ എത്ര തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്മെല്ല് വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ക്വാർട്ടേഴ്സൊക്കെ അതിനെക്കൊണ്ട് തന്നെ ഒത്തിരി പേര് ഉപയോഗിക്കുന്നതുമാണ്. എങ്ങനെയാണ് ഈ ഒരു സ്മെല്ല് വരുന്നതെന്ന് അറിയത്തില്ല. ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് വെക്കുന്നത് കാരണം എനിക്ക് ബാത്റൂമിലേക്കൊക്കെ കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ബാത്റൂമിലായാലും ടോയ്ലറ്റിലായാലും നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മൾ സോപ്പ് പെട്ടി കളയുന്നതിനേക്കാൾ മുമ്പ് ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ഫ്രഷ്നറൊന്നും വാങ്ങിക്കാതെ തന്നെ ഒത്തിരി പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.